യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. അതുകൊണ്ട് കൃപയിൽ നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 2-ാം അധ്യായം എഫേസ്യ ലേഖനം നമ്മൾ വാക്യപ്രതിവാക്യമായിട്ട് പഠിച്ചു വരുവാൻ ഇന്നത്തെ ഭാഗവും പെട്ടെന്ന് നമുക്ക് ആ വാക്യങ്ങളൊന്ന് ചിന്തിക്കാം. 2-ാം അധ്യായം നമ്മൾ ചിന്തിച്ചു വന്നു. അതിൻ്റെ അവസാനം 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ച എഫേസ്യൻസ് ചാപ്റ്റർ 2:21. ഇവിടെ എഴുതിയിരിക്കുന്നത് അവനിൽ എന്ത് ചെയ്യുന്നു? കെട്ടിടം മുഴുവനും ജോയിൻലി ഫിറ്റഡ് ടുഗെദർ. എന്നിട്ട് കർത്താവിൽ എന്ത് ചെയ്യുന്നു? വളർന്നു വരുന്നു. ഒരുപോലുള്ള നമ്മൾ പത്രോസിലെ ലേഖനത്തിൽ നിന്നൊക്കെ വായിച്ചു ആത്മീയ കല്ലുകൾ താഴോട്ട് എഴുതിയിട്ടുണ്ട്. ഈ കല്ലുകളൊക്കെ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഫിറ്റിംഗ് ആകണം, എല്ലാം ഒരുപോലായി തീരണം. അങ്ങനെയാണ് നമ്മൾ വളർന്നു വരുമ്പോൾ അടുത്ത വാക്യത്തിൽ പറഞ്ഞ കർത്താവിന് ഒരു നിവാസമായിട്ട്, കർത്താവിന് വസിക്കുവാനുള്ളൊരു സ്ഥലം. നമ്മുടെ കൂട്ടായ്മ എന്തുവാ? നമ്മുടെ കുടുംബങ്ങൾ എന്തുവാ? ദേശത്ത് പനങ്ങാട് കർത്താവിന് വസിക്കാനുള്ള ഒരു സ്ഥലം. ചോറ്റാനിക്കരയിൽ പാലാരിവട്ടത്ത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ സ്ഥലത്ത് ഹല്ലേലൂയ കർത്താവിന് വസിക്കുവാനുള്ള ഒരു സ്ഥലമായിട്ട് അങ്ങനായിത്തീരണം. നമ്മൾ കൂടുന്ന ഈ ഹോളിന് പ്രത്യേകതയൊന്നുമില്ല. നമ്മൾ നാളെ ഇവിടെ കൂടും, മറ്റന്നാൾ വേറെ എവിടെയെങ്കിലും കൂടും, ആൾക്കാർ കൂടുമ്പോൾ. സ്തോത്രം, അതൊക്കെ ദൈവം തീരുമാനിച്ചോളും. പക്ഷെ നമ്മൾ കൂടുമ്പോൾ ആര് നമ്മുടെ മധ്യത്തിൽ വേണം? കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വരണം. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചല്ലോ, ഇന്നത്തെ സഭകൾ നോക്കുന്ന ചില പണക്കാർ, ചില ജ്ഞാനികൾ, ചില ലോകത്തിൽ കഴിവുള്ളവർ, അങ്ങനെയുള്ള കല്ലുകളാണ് ചേർത്ത് പണിയപ്പെടുവാൻ നോക്കുന്നത്. കർത്താവ് പറയുന്നത് ജീവനുള്ള കല്ലുകൾ. എല്ലാവരും ചിലപ്പം വരുമ്പോൾ വലിയ ജീവൻ കാണത്തില്ല, പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ കറണ്ട് പാസ് ചെയ്യും. ഇത് പ്രവഹിക്കുന്ന ശക്തിയാണ്. സ്തോത്രം. അപ്പം ജീവൻ എന്ത് ചെയ്യണം? കറണ്ട് പാസ് ചെയ്യുന്ന പോലെ ആത്മാവിൻ്റെ ശക്തി പാസ് ചെയ്യണം. ഓരോ കല്ലുകളും ജീവൻ പ്രാപിച്ച്, ജീവനുള്ള കല്ലുകൾ, അവിടാണ് കർത്താവ് വസിക്കുന്നത്. 1-ാമത്തെ വാക്യം, ക്രിസ്തുവേശുവിൻ്റെ ബദ്ധൻ. ഇവിടെ അടുത്ത 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. വായിച്ചേ. അവിടും പ്രിസണർ, കർത്താവിൻ്റെ വേല നിമിത്തം, കർത്തൃസേവ, കർത്താവിൻ്റെ വേല നിമിത്തം ബദ്ധനായിരിക്കുന്നു. ഇവിടും എഴുതിയിരിക്കുന്നു ജാതികൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ക്രിസ്തുവേശുവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? പ്രിസണർ. ഇത് പൗലോസിൻ്റെ ഇഷ്ടപ്രകാരമല്ലാതെ കർത്താവ് ചങ്ങലയിട്ട് വലിച്ചുകൊണ്ട് പോകുമൊന്നുമല്ല. താൻ അങ്ങനെ പറയുവാൻ കാരണം എന്നാ? യജമാനൻ പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ട് കേൾക്കും. എൻ്റെ ഇഷ്ടമല്ല ഇവിടെ നടത്തിപ്പിക്കുന്നത്, എൻ്റെ പ്ലാൻ അല്ല, ഇതെൻ്റെ മിനിസ്ട്രി അല്ല, എൻ്റെ പ്രസ്ഥാനമല്ല, ഇതെൻ്റെ ചർച്ച അല്ല. പൗലോസ് പറയുക, ഐ എം എ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ്. വേറൊരു യജമാനനുണ്ട്, ഞാൻ യജമാനു വേണ്ടി പ്രവർത്തിക്കും. നമ്മളിവിടെ ഇരിക്കുന്നവർ നമ്മളൊക്കെ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? പാസ്റ്ററിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയൊന്നുമല്ല. അല്ല, ഇന്നിവിടെ എല്ലാവർക്കും പറയാനുള്ള ഇന്ന സഭ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും പണിക്കാരാണ്. പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ആ പണിക്കാർ, ആ ദൈവദാസൻ എന്നുള്ള ഇതിൽ നിന്ന് ഒന്നുകൂടെ ഒരു അടുപ്പമാണ്. എന്തുവാണ്? പ്രിസണർ, ഒരു ബദ്ധൻ. അങ്ങനെ ഒരു അടുപ്പത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരട്ടെ. എന്നിട്ട് ഒരു കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത് ജാതികൾക്ക് വേണ്ടി. ഇല്ല, ഒന്ന് വായിച്ചേ. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മുഴുവൻ കണ്ടു, ഇരുപക്ഷത്തിനും സമാധാനം വരുത്തുവാൻ റോമിലെ സഭയ്ക്കും ഇവിടെ എഫെസോസിലെ സഭയ്ക്കും എല്ലാം ഉണ്ട്. ആരുണ്ട്? ഇസ്രായേൽ മക്കളുണ്ട്, യഹൂദന്മാരിൽ നിന്ന് വന്നവരുണ്ട്. അവർ ക്ഷീണിക്കുമ്പോൾ അവർ വീണ്ടും ന്യായപ്രമാണവും പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അവരുടെ അല്ലെങ്കിൽ യഹൂദന്മാരാണ് വലിയ തടസ്സമാണ്. ജാതികളിൽ നിന്ന് വരുന്നവരും കർത്താവിൻ്റെ മക്കളായിത്തീരുന്നു. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ജാതികളിൽ നിന്ന് വന്നവനും യഹൂദന്മാരിൽ നിന്ന് വന്നവനും, റോമാലേഖനത്തിൽ പറഞ്ഞു നീ യഹൂദനാണേലും യവനനാണേലും ഒരു വിശേഷതയുമില്ല. അപ്പം ജാതികളിൽ നിന്ന് വന്നവർ ഇരുപക്ഷത്തെയും സമാധാനത്തിൽ കർത്താവ് ഒന്നാക്കി. നമ്മളൊക്കെ പല ബാക്ക്ഗ്രൗണ്ട്, പല ദേശത്തു നിന്നൊക്കെ വന്നവരാണ്. നമ്മളെല്ലാം കർത്താവ് എന്ത് ചെയ്തു? ഒന്നാക്കി. പൗലോസിൻ്റെ ഒരു സന്തോഷം. പത്രോസിനും മറ്റുള്ളവരൊക്കെ പലപ്പോഴും അവരുടെ ദേശത്തും അവരുടെ കമ്മ്യൂണിറ്റിയുടെ മധ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ പൗലോസിൻ്റെ സന്തോഷം, എന്നെ വിളിച്ചത് ജാതികളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുവാനാണ്. പല ടൈപ്പ് ആൾക്കാരെ, പല രാജ്യക്കാരെ ഒന്നിച്ച് ദൈവസന്ധിയിൽ കൊണ്ടുവരുവാനാണല്ലോ എന്നെ വിളിച്ച. വലിയ സന്തോഷമാണ്. അവിടെ ജാതികൾക്ക് വേണ്ടിയാണ് ഞാൻ ആരായിത്തീർന്നത്. പൗലോസിന് ഒട്ടും സന്തോഷമല്ല. പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസ് എന്തുവാ പറഞ്ഞു? അയ്യോ, പാടില്ലല്ലോ,
ആ ദുപ്പട്ട ഇറങ്ങി വരുന്ന ആ ദർശനമൊക്കെ കർത്താവ് കാണിച്ചപ്പോൾ അതൊക്കെ ഹറാം എന്ന് പറഞ്ഞ പാർട്ടിയാണ് ആര്? പത്രോസ്. കർത്താവ് എന്തുവാ പറഞ്ഞത്? ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്നല്ല. പ്രൈസ് പൗലോസിൻ്റെ സന്തോഷം. പല രാജ്യക്കാരുടെ പല ദേശക്കാരുടെ മധ്യത്തിൽ കർത്താവിനെ പ്രസംഗിക്കുവാൻ എന്നെ വിളിച്ചല്ലോ. 2-ാമത്തെ വാക്യം തൊട്ട്, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ദൈവകൃപയുടെ വ്യവസ്ഥ. ഈ ദൈവകൃപ എങ്ങനെയാണ് ജാതികളുടെ മേലും പകർന്നത്? ദൈവകൃപ ജാതികളുടെ മേൽ പകരുമ്പോൾ കഴിഞ്ഞ നാളുകൾ യഹൂദന്മാർ കർത്താവിന് വേണ്ടി, ഇസ്രായേൽ കർത്താവിന് വേണ്ടി നിന്നതിനേക്കാൾ ശക്തമായി നിൽക്കും. അവിടെ ഒരു ന്യായപ്രമാണത്തിൽ മാത്രം യഹോവയായ ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ ഇവിടെ കൃപയാൽ യോഗ്യരല്ലാത്ത നമ്മൾ, കാട്ടൊലിവായിരുന്ന നമ്മൾ, കയ്പായിരുന്ന നമ്മൾ, കർത്താവിന് ഒരു പ്രയോജനവുമില്ലാത്ത ദൈവനാമം ദൂഷിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ഇതിനകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്? നമ്മളെ ഇതിൻ്റെ ഇടയ്ക്ക് രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ കൂടി ഇരുത്തുവാൻ, കർത്താവിനോട് കൂടി വസിക്കുവാൻ, കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുവാൻ, കർത്താവിൻ്റെ വായായിട്ട്, കർത്താവിൻ്റെ കരമായിട്ട്, കർത്താവിന് പകരമായിട്ട്, ഒരു പത്രമായിട്ട്. അപ്പോൾ ഇത്രയും രൂപാന്തരമാണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് ദൈവകൃപയുടെ വ്യവസ്ഥ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യെസ്, ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവകൃപയുടെ വ്യവസ്ഥ ഇത് വലിയൊരു മർമ്മമാണ്. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ ലേഖനത്തിലും അതേ പറയാനുള്ളൂ. ഇവിടെ എഫെസോസ് ദേശ അർത്തമീസ് ദേവി ആരാധിച്ചുകൊണ്ടിരുന്ന ഈ ജാതികളെയും കർത്താവ് എങ്ങനെയാണ് കർത്താവിനെ മണവാട്ടിയാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മേൽ രൂപാന്തരം, നമ്മുടെ സ്വഭാവം. എൻ്റെ ആ വ്യക്തിത്വം മാറ്റി എന്നെ യേശുവിൻ്റെ മണവാട്ടിയാക്കി തീർക്കുന്ന ഒരു ദൈവകൃപയുടെ വ്യവസ്ഥ. ഈ പണി നടക്കുന്ന കൃപയാല, എന്നെ തിരഞ്ഞെടുത്തതും കൃപയാല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞാനും എൻ്റെ യേശുവും, ഞാനും എൻ്റെ കർത്താവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നത് ആരാ? കൃപയാ. എനിക്ക് എൻ്റെ കർത്താവിനെ വേണം. നമ്മൾ ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ, നമ്മൾ ഈ ദിവസങ്ങളിൽ വചനമൊക്കെ വായിക്കുമ്പോൾ കർത്താവുമായിട്ടൊരു ബന്ധമാണ് അടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം സഭയിലെ ചെറുപ്പക്കാരോട് പറയുമായിരുന്നു, ഈ ബന്ധമാണ് നമുക്ക് വരേണ്ടത്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഇനി ലോകഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രേമബന്ധം. പിന്നെ കണ്ണുമില്ല മൂക്കുമില്ല എന്നൊക്കെ പറയുവാൻ കാരണം എന്നാണെന്നറിയാം. പിന്നെ ആരെന്തു പറയുന്നു എന്ന് അവർക്കൊന്നും വിഷയമല്ല. അപ്പോൾ ആര് പറഞ്ഞാലും പിന്നെ എന്ത് ചെയ്യത്തില്ല, അവർ ആ റിലേഷൻഷിപ്പിലാണ്. ഇന്ന റിലേഷൻഷിപ്പ് എന്നൊക്കെയല്ല ഇംഗ്ലീഷിൽ പറയാം. ഇവിടെ ആരുമായിട്ടാണ് നമുക്ക് ആ ബന്ധം? യേശുവുമായിട്ടാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദിവസം തൊട്ട് ഐ എം ഇൻ എ റിലേഷൻഷിപ്പ്. യേശുവുമായിട്ടാണ് ബന്ധം. മണവാളൻ മണവാട്ടി എന്നുള്ളൊരു ഉദാഹരണമാണ് വചനം പറയുന്നത്. കാര്യം അതിന് ഭയങ്കര അടുപ്പമാണ്. ആരെന്നെ കൈവിട്ടാലും, പെറ്റമ്മ കൈവിട്ടാലും, ലോകം കൈവിട്ടാലും, ജോലി പോയാൽ അതൊന്നും എനിക്കൊരു വിഷയമല്ല. എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു വഴി അടയുമ്പോൾ അടുത്തൊരു വഴി എന്ത് ചെയ്യും? കർത്താവ് തുറക്കും. അതുകൊണ്ട് ജോലിക്ക് വേണ്ടിയോ, മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയോ, അസോസിയേഷന് വേണ്ടിയോ, കുടുംബക്കാർക്ക് വേണ്ടിയോ ഒന്നും ഈ യേശുവുമായിട്ടുള്ള ബന്ധം ഇവിടെ കോംപ്രമൈസ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ബന്ധം അടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥനയിൽ കൂടെ ഒത്തിരി കാര്യങ്ങൾ കർത്താവിനോട് പറയാനുണ്ട്. ഈ ബന്ധമില്ലെങ്കിൽ നമ്മൾ എന്തു പറയും? അദാലത്താണ് നമ്മുടെ വിചാരം. ഈ അദാലത്ത് അറിയാം. BSNL ഒരു അദാലത്ത് നടത്തിയാൽ നമ്മുടെ കംപ്ലൈൻ്റൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. ഇവിടെ RTO അദാലത്ത് ഇടയ്ക്ക് നടത്തും. വണ്ടിയെ പറ്റിയുള്ള കംപ്ലയിൻസ് ഒക്കെ എന്ത് ചെയ്യാം? പലരുടെ ഫൈനുകളുണ്ട്, വെറുതെ അടച്ച ഫൈനുകൾ കാണും. ഇടയ്ക്കിടയ്ക്ക് അദാലത്ത് നടത്തും. അപ്പോൾ അദാലത്ത് എന്ന് പറയുമ്പോൾ എന്തുവാ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ചൊല്ലും പരാതിപ്പെട്ടിയായിട്ട് അവിടെ കംപ്ലൈൻറ്റ് പറയുവാൻ. നമ്മുടെ പ്രാർത്ഥനാ സമയം പലരുടെ അങ്ങനെ ആയിത്തീരുന്നു. ഒരു പരാതി പറയുന്ന സമയം. ഇത് കർത്താവുമായിട്ട് അദാലത്തൊന്നുമല്ല, പരാതി പറയാനല്ല ചെല്ലുന്നത്. ഞാൻ പറഞ്ഞു, ഇതൊരു പ്രേമബന്ധമാണ്. എത്ര എൻ്റെ കർത്താവിനോട് സംസാരിച്ചാലും മതി വരത്തില്ല, കൊതി തീരത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒരിക്കൽ നിങ്ങളെ കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളെ അടുപ്പിച്ച് വിട്ടാൽ പിന്നെ കർത്താവ് നടത്തിക്കോളൂ അവരെ. നമ്മൾ പിന്നെ അവരുടെ ജീവിതത്തിൽ തീരുമാനമൊന്നും എടുക്കാം. ഇടയ്ക്കൊരു മടുപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഓർത്തോണം, എവിടെയോ ഈ ബന്ധത്തിന് അടുപ്പത്തിന് എന്തുണ്ടായി? ഒരു ക്ഷീണമുണ്ടായി. അതുകൊണ്ടാണ് പെറുപെറുപ്പ് വരുന്നത്, കംപ്ലൈൻറ്റ് വരുന്നത് അതുകൊണ്ടാണ്, ഉള്ള അവസ്ഥയിൽ തൃപ്തിയില്ലാത്തത് അതുകൊണ്ടാണ്, ഇനിയും വേണം എന്നുള്ള തോന്നൽ വരുന്നത് അതുകൊണ്ടാണ്, ലോകത്തിലെ കാര്യങ്ങൾ ഒത്തിരി ചിന്തയും ഭാരവും വരുന്നത് അതുകൊണ്ടാണ്. നിത്യനായ കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് എന്തുണ്ടായി? അകൽച്ചയുണ്ടായി. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുക, ജാതികളെയും പരിശുദ്ധനായ ദൈവത്തോടു കൂടി അടുപ്പിച്ച ആ ഒരു വലിയ മർമ്മം
അതുകൊണ്ട് ആ ഭാരതീയരായ ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ദൈവസന്ധിയിലായിരിക്കുന്നത്. നമ്മളാരും, ഞാൻ പറഞ്ഞല്ലോ, യഹൂദന്മാരല്ല. നമ്മളിന്ന് കർത്താവിൻ്റെ സന്ധിയിലായിരിക്കുന്നത് ഈ ദൈവകൃപയുടെ വ്യവസ്ഥ, ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവകൃപയുടെ വ്യവസ്ഥ, ഈ മർമ്മം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, 4-ാമത്തെ വാക്യം കൂടെ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. നിങ്ങൾ ആ ശരിക്കും അതൊന്ന് വായിച്ചാൽ, ഞാൻ എഴുതിയ ലേഖനങ്ങൾ, ദൈവം എന്നോട് വെളിപ്പെടുത്തിയ മർമ്മങ്ങൾ നിങ്ങൾ വായിച്ചാൽ എനിക്കും കർത്താവുമായിട്ടുള്ള ബന്ധം, അതിനെപ്പറ്റിയുള്ള ബോധം നിങ്ങൾക്ക് എന്ത് ചെയ്യും? വരും. എൻ്റെ ജീവിതത്തിൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്ന രൂപാന്തരം, ഈ ബന്ധത്തിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ ഒത്തിരി പണിതു. പൗലോസിനെ കർത്താവ് എന്ത് ചെയ്തു? ഒത്തിരി താഴ്ത്തി. സന്നദ്ധൻ സംഘം എന്നൊക്കെ പറഞ്ഞപ്പോൾ യെരൂശലേം ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ആദ്യം എന്ത് ചെയ്തു? അങ്ങ് നാണം കെടുത്തി. അപ്പോൾ ഓരോ വിഷയത്തിലും, ഓരോ ഏരിയയിലും കുടുംബക്കാരേക്കാൾ വലുത് കർത്താവാണ്, നാട്ടുകാരേക്കാൾ വലുത് കർത്താവാണ്, യഹൂദ കമ്മ്യൂണിറ്റിയേക്കാളും യെരൂശലേം ദേവാലയത്തെക്കാളും വലുത് കർത്താവാണ്, ഇനി യെരൂശലേമിലെ അപ്പോസ്തലന്മാരെക്കാൾ വലുത് കർത്താവാണ്. ഞാൻ ഒരു ജഡരക്തങ്ങളോടും ചോദിച്ചില്ല, അപ്പോസ്തലന്മാരോടും ചോദിച്ചില്ല. എൻ്റെ കർത്താവ് എന്നെ വിളിച്ചു, ആത്മാവ് നടത്തിയതനുസരിച്ച് അറേബ്യയിലേക്ക് പോയി, പിന്നെ ഓരോ മിഷണറി യാത്ര താൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ബന്ധം തന്നെ നയിക്കുന്നത് ഒരു പ്രസ്ഥാനമല്ല, ഇന്നത്തെ സഭയുടെ ട്രെൻഡല്ല, കർത്താവാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കും കർത്താവുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റി ഒരു ബോധം വരും. മനസ്സിലായോ? സ്തോത്രം. ആ ബന്ധം വീണ്ടും കൊരിന്ത്യർ സഭയോട് നമ്മൾ പഠിച്ചതാണ്, നേരത്തെ ഒന്നുകൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 10-ാമത്തെ വാക്യം. 1 Corinthians 15:10. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായിരുന്നില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഈ ദൈവകൃപ നമ്മളിലേക്ക് വന്നാൽ മറ്റുള്ളവരെക്കാൾ നമ്മൾ കൂടുതൽ അധ്വാനിക്കും കർത്താവിന് വേണ്ടി. അതൊരു വ്യവസ്ഥയാണ്. ദൈവകൃപയുടെ വ്യവസ്ഥയെ പറ്റിയാണല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത് 2-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ ആ വ്യവസ്ഥയാണ് നമ്മളിവിടെ കൊരിന്ത്യർ ലേഖനത്തിൽ കണ്ടത്. എൻ്റെ മേൽ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം എക്സ്ക്യൂസ് പറയാമോ? എനിക്കും പറയാനുണ്ട് എക്സ്ക്യൂസ്, നിങ്ങൾക്കും പറയാനുണ്ട്. നമുക്ക് പറയാൻ 100 കൂട്ടം എക്സ്ക്യൂസസ് നമുക്കൊക്കെ ഉണ്ട്. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാൻ പറയാൻ 100 കൂട്ടം എക്സ്ക്യൂസസ് നമുക്കുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ദൈവകൃപ നമ്മുടെ മേൽ വരുമ്പോൾ അതൊന്നും നമുക്ക് വിഷയമല്ല, കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുക, ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അധ്വാനിച്ചു. ലോകത്തിൽ ഒരു വിഷയവും ചിന്തിക്കാതെ ഞാൻ അധ്വാനിച്ചു. അധ്വാനിക്കാനുള്ള കാരണമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നമ്മളിപ്പം വായിച്ചല്ലോ. അവരെല്ലാവരേക്കാൾ ഐ ഹാവ് ലേബേർഡ് മോർ അബൻഡൻ്റ്ലി. അവരെല്ലാവരേക്കാൾ അധികം, അത്യധ്വാനം. അധികവും ഉണ്ട്, മോർ അബൻഡൻ്റ്ലി, രണ്ടുമുണ്ട്. അധികവുമുണ്ട്, അത്യധ്വാനം. ഭയങ്കരമായിട്ട് ഞാൻ കർത്താവിന് വേണ്ടി, ആർക്ക് വേണ്ടിയാ? കർത്താവിന് വേണ്ടി പ്രയത്നിച്ചു. അവരെ എല്ലാവരെക്കാൾ, ആരാ? അപ്പോസ്തലന്മാർ, തന്നേക്കാൾ മുൻപേ ഇറങ്ങിയ യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരായ അപ്പോസ്തലന്മാർ, അവരല്ലേ കൂടുതൽ അധ്വാനിക്കേണ്ടത്. അവർക്കല്ലേ ശരിക്കും കർത്താവുമായിട്ടൊരു ബന്ധം. യേശു ഉണ്ടായിരുന്ന സമയത്ത് ഒരു ദിവസം പോലും പോയി ഒന്ന് എത്തി നോക്കാൻ പോലും പൗലോസിന് തോന്നിയില്ല. അത്രയ്ക്ക് റിബലായിട്ടല്ല അന്ന് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ കൂടെ നടന്നവരുണ്ട് 3.5 വർഷം. അവരെ എല്ലാവരേക്കാൾ, ആ അപ്പോസ്തലന്മാരെക്കാളൊക്കെ ഞാൻ എന്ത് ചെയ്തു? അത് വേറെ ഒന്നുമല്ല, എൻ്റെ മേലുള്ള ദൈവകൃപയാണ്. നമ്മൾ രൂപാന്തരം, ഇതൊന്നും ആരെയും നിർബന്ധിച്ച് ഞെക്കി പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന പോലെ, നിർബന്ധിച്ച് കർത്താവുമായിട്ടൊരു ബന്ധം ഉണ്ടാകുമെന്നൊന്നും പറഞ്ഞ് നമുക്ക് ആരെയും കുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ആരെയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, തെള്ളാൻ പറ്റത്തില്ല ദൈവമക്കളെ. പലപ്പോഴും സ്തോത്രം, നമുക്ക് ഭാരമുണ്ട്. നമ്മൾ പലപ്പോഴും എൻകറേജ് ചെയ്തിട്ടൊന്നും ആൾക്കാർ അങ്ങോട്ട് ബന്ധത്തിൽ വരുന്നില്ലല്ലോ. ഇത് ഹാലല്ലേ, നമ്മുടെ മേൽ എത്രത്തോളം, എൻ്റെ മേൽ 10% ദൈവകൃപ പകർന്നാൽ അത്രത്തോളം അടുപ്പമുണ്ടാകും. ഒരു 60-70% ദൈവകൃപയാണല്ലോ. പ്രൈസ് ലോർഡ്. അങ്ങനെ നമ്മൾ പതുക്കെ ഈ ലോകത്തോടുള്ള സ്നേഹം, നമുക്ക് കുടുംബമുള്ളവരാ, കുടുംബത്തെ ഇട്ടിട്ട് പോകാനൊന്നും അല്ല പറയുന്നത്. ജോലിയുള്ളവരാ, ജോലി വിട്ടിട്ട് പണിയൊന്നും എടുക്കാതെ വീട്ടിൽ ഇരിക്കാനൊന്നും അല്ല. നിങ്ങൾ ഓർത്തോണേ, മടിയന്മാർ ആഹാരം കഴിക്കില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. സഭയിലുള്ള ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ചെറുപ്പക്കാരനായിരുന്നു. താൻ പറഞ്ഞു, ഈ ഭയങ്കര മടിയാണ് പുള്ളിക്ക്. മടിയെപ്പറ്റി ഉള്ള ഒരു വാക്യം ഒക്കെ എത്ര ബൈബിളിൻ്റെ അകത്ത്, എന്തോ മാസ്റ്റർ ബൈബിൾ മടിയും. ഞാൻ സത്യം പറഞ്ഞാൽ ആ സഹോദരന് വേണ്ടിയാണ് ഞാൻ ഈ ബൈബിളിൻ്റെ അകത്ത് മടിയെപ്പറ്റി ഒന്ന് തപ്പിയത്. എത്ര വാക്യമാണെന്നറിയാം, ഞാൻ എല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. മടിയുള്ളവൻ ആഹാരം കഴിക്കില്ലെന്ന് മാത്രമല്ല, യഹോവ അവന് എതിരായിരിക്കും. അധ്വാനിക്കാത്തവൻ മടിയൻ എന്ന് പറഞ്ഞിട്ട് എത്ര സ്ഥലത്താണെന്നറിയാം ബൈബിളിൽ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഈ വ്യഭിചാരം കൊലപാതകത്തെക്കാളൊക്കെ അതുപോലുള്ള ഒരു വലിയ പാപമാണ് എന്തുവാണ് നമ്മൾ ഈ നിസ്സാരം എന്ന് വിചാരിക്കുന്ന മടി.
ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ഈ മടിയുടെ കാര്യം ഇവിടെ പ്രസംഗിക്കേണ്ടവരില്ല. ഞാൻ ഈ അധ്വാനത്തിൻ്റെ മധ്യത്തിൽ അല്പസമയം കർത്താവിന് വേണ്ടി ചിലവഴിക്കണമേ എന്ന് മാത്രമേ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ, അല്ല ഈ ജോലിയുടെ മധ്യത്തിൽ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്നവരാ, ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇതല്ല നമ്മൾ പലയിടത്ത് കാണുന്നത്. ഭയങ്കരമായിട്ട് ഈ മടി ഒരു വലിയൊരു ബന്ധനമാണ്. പലരും ജോലിക്ക് പോകത്തില്ല മടി നിമിത്തം. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾക്കായി ആളുകൾ ഇടപെട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പൗലോസ് പറയുക, അധികവും അധ്വാനിക്കുന്നു. ആർക്ക് വേണ്ടിയാ? കർത്താവിന് വേണ്ടി. അത് എൻ്റെ സ്വഭാവമൊന്നും അല്ല, എൻ്റെ പേഴ്സണാലിറ്റി അല്ല, പക്ഷേ എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപ. അപ്പം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, കൂടുതൽ ദൈവകൃപ നമ്മുടെ മേൽ പകരുമ്പോൾ കൂടുതൽ നമ്മൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കും. കുറച്ച് ദൈവകൃപയുള്ളെങ്കിൽ നമുക്കൊരു 100 എക്സ്ക്യൂസ് ആയിരിക്കും അധ്വാനിക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസുകൾ. ഇങ്ങനെ ആരോടാ എക്സ്ക്യൂസ് പറയുന്നത്? സർവശക്തനായ ദൈവത്തോട്. എനിക്ക് ക്ഷീണമുണ്ടെന്ന് പറയും, കർത്താവ് ക്ഷീണം മാറട്ടെ എന്ന് പറയുവാൻ ശക്തിയുള്ള ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ക്ഷീണം മാറും. പക്ഷേ എനിക്ക് ക്ഷീണം മാറണം താല്പര്യമില്ല. ഈ ക്ഷീണം ഉണ്ടെങ്കിലല്ലേ എനിക്ക് പിന്നെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. ചിലർക്ക് അങ്ങനെ ഈ ക്ഷീണം മാറണം എന്ന് താല്പര്യമില്ല. സ്തോത്രം. ഹാലലൂയ. നമ്മൾ ദൈവസന്ധി വന്നിരിക്കുന്നത് എന്തിനാ? ക്ഷീണം മാറാൻ. ആ ദൈവസന്ധിയിൽ വന്നവരാരും വെറുതെ പോകത്തില്ല. കൃപ പകരും, ക്ഷീണം മാറും, സൗഖ്യം തരും, കൃപ പകരും. പിന്നെ എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എലിയാവിനോട് എലീശ ഒക്കെ പറഞ്ഞ പോലെ ഇനി എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഒത്തിരി ഓടാനായിട്ടുണ്ട്, ഒത്തിരി പ്രവർത്തിക്കാനായിട്ടുണ്ട്. അല്പകാലമേ ഉള്ളൂ ദൈവമക്കളെ. യുദ്ധമൊക്കെ വല്ല യുദ്ധം, പ്രകൃതിക്ഷോഭം, ഇതൊക്കെ ഒരു ഡെയിലി അഫെയറാണ്. ന്യൂസ് എടുത്തിട്ട് ഏത് രാജ്യത്താണെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, എത്ര പേര് മരിച്ചു എന്നോട് നോക്കിയാൽ മതി. ഇതിപ്പം ഡെയിലി നടക്കുന്ന ഒരു കാര്യമായിട്ട് വന്നിരിക്കുക. ഇനിയും അയ്യോ ഞാൻ അറിഞ്ഞില്ല കർത്താവിൻ്റെ വരവ് അടുത്തു ഞാൻ അറിഞ്ഞില്ല എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം പോലും ആത്മാവ് ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആത്മാവ് ആരുടെയൊക്കെ ഉള്ളിലുണ്ട്. നമ്മൾ ഈ ദിവസങ്ങൾ ആത്മാവ് ജീവിപ്പിക്കുന്നതിനാൽ സ്തോത്രം. 5-ാമത്തെ വാക്യം വായിച്ചല്ലോ. ഈ മർമ്മം പഴയ നിയമം നമുക്ക് പലപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പഴയ നിയമം ഭക്തരിൽ നമുക്ക് ആരെയൊക്കെയാണ് ശരിക്കും അറിയാവുന്നത്. എബ്രഹാമിൻ്റെ ഒക്കെ ഒരു കാലഘട്ടക്കാരനായിരുന്നു ഇയ്യോബ് കേട്ടോ. ഇയ്യോബിൻ്റെ പുസ്തകം പിന്നീട് എഴുതിയിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കിക്കഴിഞ്ഞാൽ, എഴുതിയ വർഷത്തിൻ്റെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മുൻപേ ഉള്ളൊരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. അപ്പോൾ എബ്രഹാമിൻ്റെയും ഇയ്യോബിൻ്റെയും പിന്നെ നമുക്കറിയാവുന്ന ഭക്തരായ ദൈവദാസന്മാർ മോശ തൊട്ട് പിന്നെ ദാവീദൊക്കെ ദൈവത്തിൻ്റെ ഹൃദയത്തോട്, എലിയാവ്, എലീശ, പിന്നെ അവിടെ പ്രവചന പുസ്തകങ്ങളൊക്കെ എഴുതിയ ദൈവദാസന്മാർ, ശക്തരായ ദൈവദാസന്മാർ, യെശയ്യാവ്, യെരമ്യാവ്, എഹെസ്കേൽ, ദാനിയേൽ. അതിനകത്ത് യെരമ്യാവൊക്കെ നമുക്കറിയാം എത്ര വില കൊടുത്ത കർത്താൻ, എത്ര വട്ടം പൊട്ടക്കുഴിയിലൊക്കെ ഇട്ടു കൊല്ലാൻ. അവിടെ ഒക്കെ കൃപയോടുകൂടി നിന്ന യെരമ്യാവ് രാജാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അങ്ങനെയൊന്നും അന്ന് പറയാൻ പറ്റത്തില്ല. രാജഭരണമുള്ള സമയത്ത് കൊന്നുകളെ ദൈവം പറഞ്ഞ നീ രൂപാന്തരപ്പെടാനാ മാനസാന്ന്. അങ്ങനെ നിന്ന ദൈവദാസന്മാർക്ക് പോലും വെളിപ്പെടാത്ത ഒരു മർമ്മമാണ് ഈ സാധാ വിശ്വാസികളായ. അങ്ങനെയല്ല നമുക്ക് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിളി അതല്ല, ശ്രേഷ്ഠമാണ്. പഴയ നിയമ ഭക്തരേക്കാൾ ശ്രേഷ്ഠമാണ് നമ്മുടെ വിളി. കർത്താവിൻ്റെ മണവാട്ടിയായി തീരാൻ ആ വിളിയുടെ ശ്രേഷ്ഠത പലപ്പോഴും നമ്മുടെ, അതുകൊണ്ടാണ് എൻ്റെ ഉൾക്കണ്ണുകളൊന്ന് പ്രകാശിക്കണേ. സാത്താനാണ് ഒരു രീതിയിൽ നമ്മുടെ കണ്ണുകളെ കുരുടാക്കിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉൾക്കണ്ണുകളൊന്ന് പ്രകാശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓരോ ആരാധനയിൽ നടക്കേണ്ടതാണ്. ഉൾക്കണ്ണുകളൊന്ന് പ്രകാശിക്കട്ടെ, ഹൃദയ കണ്ണുകളൊന്ന് തുറക്കട്ടെ. ആ യെരമ്യാവിനേക്കാൾ ശ്രേഷ്ഠനാണ് ഞാൻ. ആരോട്? എബ്രഹാമിനോട്, വിശ്വാസത്തിൻ്റെ പിതാവായ സ്വന്തം മോനെ ഭാര്യയോട് പോലും ചോദിക്കാതെ 100-ാം വയസ്സിൽ ലഭിച്ച മകനെ യാഗം കഴിക്കാൻ മനസ്സ് കാണിച്ച, അനുസരണം കാണിച്ച, പൂർണ്ണ അനുസരണം, പൂർണ്ണ വിശ്വാസത്തിൻ്റെ ഒരു മാതൃകയായിട്ട് പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിലും എഴുതിയിരിക്കുന്ന എബ്രഹാമിനോട് പോലും പറയാത്ത ഒരു മർമ്മമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു ജാതികൾ വിശ്വാസത്തിൽ വരും. അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു ഭാരതീയരും അതിൻ്റെ ഏറ്റവും ചോട്ടിൽ പാവയ്ക്ക പോലെ കുഞ്ഞ് സംസ്ഥാനത്ത് ഇച്ചിരേ ഉള്ളല്ലോ, മെലിഞ്ഞ് കിടക്കുന്നത്. മറ്റുള്ള സംസ്ഥാനം വെച്ച് നോക്കിയാൽ ഇച്ചിരേ ഉള്ളൂ. ആന്ധ്ര ഒന്നിച്ച് കിടന്ന സമയത്ത് അതിൻ്റെയൊക്കെ 25-1 ഉള്ളായിരുന്നു. അതോ 40-1 ഏതാണ്ട്. ആന്ധ്ര അങ്ങറ്റം ഇങ്ങറ്റം കിടപ്പുണ്ട്. UP, MP ഇതുപോലുള്ള വലിയ സംസ്ഥാനങ്ങളുടെ മുമ്പിൽ ഇച്ചിരെയുള്ള കേരളത്തിൽ ഇത്രയും മലയാളികൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന്, അവർ ഓരോ രാജ്യത്തിൽ കർത്താവിൻ്റെ സാക്ഷിയായി തീരും എന്നൊക്കെ ഉള്ള കാര്യം വല്ലതും പഴയ നിയമ ഭക്തർക്ക് അറിയായിരുന്നോ?
അവർ വിചാരിച്ച യഹൂദന്മാർ അവർ മാത്രമേ ഉള്ളൂ. ലേവ്യർ വിചാരിച്ച ആ ജീവിതകാലം മുഴുവൻ അവർ മാത്രമേ ശുശ്രൂഷ ചെയ്യത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അവരെ തള്ളിക്കളഞ്ഞിട്ടാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചത്. ആ വിളിയുടെ ശ്രേഷ്ഠത. അപ്പം അവരെക്കാൾ കൂടുതൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു. അവരോട് പറയാത്ത ഒരു മർമ്മം കർത്താവ് നമ്മളോട് പറഞ്ഞു. അത് പുതിയതായിട്ട് വിശ്വാസത്തിൽ വരുന്ന ആൾക്കാർക്ക് ആദ്യ ദിവസം തൊട്ട് ദൈവം വെളിപ്പെടുത്തുന്ന മർമ്മം. സ്തോത്രം. ഓരോന്നായിട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഈ മരുഭൂമി യാത്രയിൽ ആ മർമ്മങ്ങൾ വെളിപ്പെടുന്ന അനുസരിച്ചാണ് നമുക്ക് ആത്മീയ വളർച്ചയും ചൈതന്യവും ജീവനും കർത്താവിനോടൊരു സ്നേഹവും വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ വായിച്ചല്ലോ, പ്രവാചകന്മാർക്കൂടും അപ്പോസ്തലന്മാർക്കൂടും വെളിപ്പെടുത്തിയ ആ വലിയ മർമ്മങ്ങൾ അത് പഴയ നിയമ ഭക്തർക്ക് വെളിപ്പെടുത്തിയില്ല. 6-ാമത്തെ വാക്യം, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടാവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകേണമെന്ന്. ഈ ജാതികൾക്ക്, ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ വരുന്ന ജാതികൾക്ക് പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും വാഗ്ദത്തത്തിൽ പങ്കാളികളായിത്തീരും. പഴയ നിയമത്തിൻ്റെയും വാഗ്ദത്തത്തിൽ നമ്മൾ പങ്കാളിയാ, പുതിയ നിയമത്തിൻ്റെയും വാഗ്ദത്തത്തിൽ നമ്മൾ പങ്കാളിയാ. പിന്നെ വെറും വാഗ്ദത്തത്തിൻ്റെ പങ്കാളി എന്ന് മാത്രമല്ല, ക്രിസ്തുവിനോടുകൂടി കൂട്ടവകാശിയായി തീരും. അവർക്കില്ലാത്ത ഒരു അവകാശമാണ്. അവരാരും മണവാട്ടിയായി തീരത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പല പ്രാവശ്യം അത് വചനത്തെയും ചിന്തിച്ച പഴയ നിയമഭക്തർ, ഈ ശ്രേഷ്ഠര് ഭക്തർ എബ്രാഹിമിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സത്യം തന്നെ തൊഴുതു പോകും. വേറൊന്നുമല്ല, സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും, ഇല്ലേ? അത്രയ്ക്ക് സ്തോത്രം. ദാവീദ് പോലുള്ള മനുഷ്യരൊക്കെ, ഇല്ലേ? എത്ര കർത്താവിന് വേണ്ടി നിന്ന് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും അഭിഷക്തരായ ദൈവദാസന്മാർ. അവർക്കൊന്നുമില്ലാത്ത ഒരു അവകാശമാണ് കൂട്ടവകാശം. യേശുവിൻ്റെ കൂടെ ഞാനും കർത്താവും മണിയറയ്ക്കകത്ത് കയറും. പുതിയ നിയമസഭയും കർത്താവ് മണിയറയ്ക്കകത്ത് കയറി അടയ്ക്കും. അവരൊക്കെ 12 തൂണായിട്ട് അല്ലെങ്കിൽ പുതിയ യെരൂശലേമിൻ്റെ പുറത്ത് നമ്മൾ ബൈബിൾ പിന്നീട് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ കാണുമ്പോൾ, ഞാൻ മണിയറയ്ക്കകത്താണ്, ഞാൻ കർത്താവിനോടുകൂടി നിത്യം വാഴും, ഞാൻ കർത്താവിനോടുകൂടി കർത്താവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. അങ്ങനെ ജയാളികളായി തീരുവാൻ. യെസ്, ആ എഫെസ്യ ദേശത്ത് വളരെ കഷ്ടപ്പാടാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ചില ഏരിയയിൽ ചില സ്ഥലത്ത് താമസിക്കുന്നവർക്കാണ് പ്രതികൂലം ശക്തം. അവിടെയൊക്കെ നമുക്ക് കൃപയോടുകൂടി നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും. ഇവിടെ കൊണ്ട് ടൗണിലും കൊണ്ട് ഇതുപോലുള്ള പോക്കറ്റ്സ്. പോരാട്ടം കൂടുന്ന മേഖലയിൽ നമ്മൾ എന്തായിത്തീരണം? കൂടുതൽ കൃപ പ്രാപിച്ച് കൂടുതൽ ശക്തരായിത്തീരണം. അപ്പം ആവശ്യമാണ്, നമുക്ക് ശക്തരായി നിന്നേലേ പറ്റൂ. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? കൂടുതൽ മുട്ടുമടക്കും, കൂടുതൽ കർത്താവിന് വേണ്ടി ശക്തരായിത്തീരും. ആ മർമ്മം അവർക്കാർക്കും വെളിപ്പെടുത്തിയില്ല. കർത്താവ് എന്നോട് വെളിപ്പെടുത്തി. ഞാനും കർത്താവുമായിട്ടുള്ള അവകാശം. 7-ാമത്തെ വാക്യം, ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. എനിക്ക് ലഭിച്ച കൃപാദാനം അതെന്നെ വലിയൊരു ധനികൻ്റെ മകൻ, രാജാക്കന്മാർ, എൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ള ആ ഒരു വലിയ പദവി, ഒരു രാജാവ് കാശ് കിട്ടുമെന്ന് വിചാരിച്ച് തന്നെ സഹായിക്കാൻ ശ്രമിച്ചു തൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ താൻ ആരാ? രാജാവിന് അങ്ങോട്ട് കാശ് കൊടുക്കാൻ പറ്റിയ ഒരു തൻ്റെ പിതാവും അല്ലെങ്കിൽ താൻ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സുകളും കാര്യങ്ങളും, തനിക്ക് അന്ന് പ്രഭുക്കന്മാർക്കുണ്ടായിരുന്ന പോലൊരു ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, റോമൻ സിറ്റിസൺഷിപ്പും യഹൂദ സിറ്റിസൺഷിപ്പും എല്ലാം ഉണ്ട്. യഹൂദന്മാരുടെ കമ്മ്യൂണിറ്റിയിലും മധ്യത്തിലും താൻ VIP ആയിരുന്നു. റോമൻ കമ്മ്യൂണിറ്റിയിലും താൻ ആരായിരുന്നു? പ്രഭുക്കന്മാരോട് ഇരിക്കുവാൻ പറ്റുന്ന ഒരു പ്രഭുവായിരുന്നു, അല്ലെങ്കിൽ രാജ്യം സ്ഥാനം കൊടുത്ത അങ്ങനെ ഒരു കുടുംബമായിരുന്നു. ധനികനായിരുന്നു. തൻ്റെ വിദ്യാബഹുത്വത്താൽ തനിക്ക് ഭ്രാന്ത് വന്നു എന്ന് പറയുവാൻ ആ കാലഘട്ടത്തിൽ ആർക്കും ലഭിച്ചതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ലഭിച്ച ഒരു മനുഷ്യൻ എല്ലാ രീതിയിലും. പക്ഷേ ഈ കൃപ വന്നപ്പോൾ ഇതെല്ലാം മാറിപ്പോയി. തന്നെ ആരാക്കി തീർത്തു? ഒരു വളരെ താഴ്മയുള്ള ഒരു സുവിശേഷകനാക്കി തീർത്തു. അതാ ഇവിടെ നമ്മളിവിടെ കാണുന്നത്. ഒരു വലിയ അപ്പോസ്തോൽ എന്നല്ല. ഇവിടെ അപ്പോസ്തോൽ എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുക എന്തുവാണ്? ഒരു ശുശ്രൂഷക്കാരനായി. ടു ബി എ മിനിസ്റ്റർ. ശുശ്രൂഷക്കാരെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, മലയാളത്തിൽ ഈ സേവാ കർണേവാല, സേവഗുഡു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഭാഷകളും ഇന്ത്യൻ മറ്റുള്ള ഭാഷകളൊക്കെ പറഞ്ഞോളൂ. സേവ, ദാസൻ. ചില ദൈവദാസന്മാരൊക്കെ പറയും ദേവദാസി എന്നൊക്കെ വിളിക്കും. അത് പഴയ വിളിയാണ്. ഇന്നൊക്കെ ഇനി ആരെങ്കിലും കയറി ഇന്നത്തെ വലിയത് ഇങ്ങനെ സൂട്ടും കോട്ടും ഒക്കെ ഇരിക്കുന്ന നടക്കുന്ന ആരെങ്കിലും ദാസാന്ന് വല്ലതും ദൈവദാസാന്ന് വല്ലതും വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായി തീരത്തില്ലേ? അവർ റെവറൻറ്റ് അപ്പോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ സ്ഥാനമൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെയാണ് അവിടെ ഡെസിഗ്നേഷൻ എടുത്തിരിക്കുമ്പോൾ അവരെ ദൈവദാസാന്ന് വല്ലതും വിളിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നമായി. പിന്നെ അപ്പോസ്തലനായിരിക്കുന്ന തന്നെ ആരാക്കി തീർത്തെന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? ശുശ്രൂഷകനാക്കി തീർത്തു. വീണ്ടും
സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാൻ എന്നെ വിളിച്ചത് എന്തിനാണ്? ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെ പറ്റി പ്രസംഗിക്കുവാൻ ഒരു ശുശ്രൂഷകനായി. ദ ലീസ്റ്റ് ഓഫ് ദി അപ്പോസ്തലന്മാരുടെ മധ്യത്തിൽ ഏറ്റവും ചെറിയവൻ, ഇല്ലേ? അങ്ങനെയല്ലേ എവിടെ എഴുതിയിരിക്കുന്നത്? ഏറ്റവും ചെറിയവനായ എനിക്ക് ഏറ്റവും ചെറിയവനായ എനിക്ക്. പ്രൈസ് ലോർഡ്. വലിയൊരു മെസ്സേജാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ തനിക്ക് സൻഹദ്രിൻ സംഘം, മഹാപുരോഹിതനും 70 VIPസോട് ചേർന്ന് 71 പേരായ സൻഹദ്രിൻ കൗൺസിൽ അല്ലെങ്കിൽ സൻഹദ്രിൻ സംഘം അവർ തീരുമാനമെടുക്കും. കൊല്ലാനുള്ള അധികാരമുണ്ട്. അങ്ങനെയുള്ള സ്തെഫാനോസിനെ കല്ലെറിയാൻ ഓർഡർ കൊടുത്ത് കൊല്ലാനുള്ള അധികാരമുണ്ട് അവരുടെ ടെറിട്ടറിയിൽ, പ്രോവിൻസിൽ. അതുകൊണ്ടാണ് ദമസ്കസിൽ നിന്ന് പോയി അവിടെയുള്ള യഹൂദ ക്രിസ്ത്യാനികളെയും കൂടി പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് യെരുശലേമിൽ കൊണ്ടുവന്നിട്ട് ഈ സ്തെഫാനോസിനെ പോലെ കല്ലെറിഞ്ഞ് കൊല്ലാനാണ്. അങ്ങോട്ട് ചെന്നപ്പോഴാണ് കർത്താവ് എന്ത് ചെയ്ത്? ഈ ശൗലിനെ ഒന്ന് പൗലോസിനെ ഒന്ന് തൊട്ടത്, മൃഗത്തിൽ നിന്ന് താഴെ ഇട്ടത്. അപ്പോൾ ഇവിടെ കണ്ടു അത്രയും വലിയ സ്ഥാനത്തിരുന്ന മനുഷ്യനെ ജാതികളോട് വലിയൊരു മെസ്സേജ് പറയുവാൻ ഒരു ശുശ്രൂഷകനായി. 1 കൊരിന്ത്യർ തന്നെ എഴുതിയിട്ടുണ്ടോ? എന്നോട് വായിക്കാം. 1 കൊരിന്ത്യർ 15:9. 1 Corinthians 15:9. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. 10 വായിച്ചോ? എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. ഈ കൃപ വന്നാലുള്ളൊരു പ്രത്യേകത, ചിലരുണ്ട് ഈ വെളിയിൽ ഭയങ്കര താഴ്മ കാണിക്കും. ചിലരുണ്ട്, ചില പ്രാസംഗികരുടെ ശൈലി ഇങ്ങനെ ചിരിക്കും. ചിലർ ചുമ്മാ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ കരയും. എനിക്ക് പലരെ വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് അറിയാം, ദേവദാസന്മാരെ അറിയാം, വിശ്വാസികളെ നമ്മൾ അടുക്കുമ്പോഴേ അറിയത്തുള്ളൂ, അയ്യോ ഈ ചിരിയും ഈ താഴ്മയൊന്നും അല്ല ആൾ ശരിക്കും. അപ്പോൾ കുറേയൊക്കെ അഭിനയമാണ് ചിലർ. അല്ലെങ്കിൽ ഇങ്ങനെ ചിരിച്ചങ്ങ് നിൽക്കും. അങ്ങ് ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കാര്യം. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊരു കർത്താവൻ സന്ധിയിൽ താഴ്മയുള്ള എളിമയുള്ളൊരു വ്യക്തി. നമ്മൾ ഈ വെളി കാണിക്കുന്ന ഷോയൊന്നും അല്ല ദൈവമക്കളെ താഴ്മ. സ്തോത്രം. കർത്താവ് തന്നിരിക്കുന്ന ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാൻ അങ്ങ് നമ്മൾ ചെയ്യുമ്പോഴാണ് നിന്ന് ഏക്കേണ്ട വരും. അത് ഏക്കുവാനുള്ളൊരു മനസ്സ്. അപ്പോഴാ താഴ്മയെപ്പറ്റി മനസ്സിലാകും. നമ്മളെ പിരിയിളക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ തൊടുന്ന, നമ്മളെ തൊടുന്ന, ഞാൻ ആരാന്നറിയാമോ എന്ന് നമ്മൾ തന്നെ അറിയാതെ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഹല്ലേലൂയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സാത്താൻ കൊണ്ടുവരും. അവിടെയൊക്കെ താഴ്മയോടുകൂടി ക്രിസ്തു നിമിത്തം സഹിക്കുവാൻ. പ്രൈസ് ലോർഡ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ആ താഴ്മ, ഇല്ലേ? അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനായി താൻ വെറുതെ ഇങ്ങനെ ഒരു പൊങ്ങച്ചം പറയുന്ന പോലെ ഞാനങ്ങ് ചെറിയവനാണെന്നൊന്നും പറഞ്ഞൊന്നുമല്ല. ശരിക്കും ഏത് അപ്പോസ്തലനെ കൊണ്ട് കഴിയാത്ത ടഫ് വർക്കും എടുക്കുവാൻ, നിന്ന് സഹിച്ച കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, ഏത് ജയിലിൽ കിടന്നും ലേഖനങ്ങൾ എഴുതുവാൻ, അതാണ് താൻ പറയുന്ന ആ താഴ്മ. ഏറ്റവും അപ്പോസ്തലന്മാർ, എനിക്ക് സ്ഥാനമൊന്നും അല്ല വേണ്ടത്. അപ്പോസ്തലൻ ഏറ്റവും ചെറിയവനായ എന്നെ ഒരു ശുശ്രൂഷകനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. താൻ ചെയ്യുന്ന ശുശ്രൂഷ ഭയങ്കരമാണ്. 3 ഭൂഖണ്ഡത്തിലാണ്, ഇത്രയും രാജ്യങ്ങളിലാണ്, ഇത്രയും ഗ്രാമം തോറും ഭവനം തോറും ഒരു 10 ആയുസിൽ ഒരു ദൈവദാസൻ പ്രവർത്തിക്കേണ്ട പ്രവർത്തനമാണ് തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അത്രയും ലേഖനം എഴുതിപ്പിച്ചു. ഇതൊന്നും അല്ല, ഈ 14 ഒന്നും അല്ല ലേഖനം. താൻ എഴുതിയ ലേഖനം, ഒത്തിരി ലേഖനങ്ങൾ താൻ എഴുതിയിട്ടുണ്ട്. അതിൽ ബൈബിളിൽ ചേർക്കപ്പെട്ടത് പബ്ലിക്കിന് ആവശ്യമുള്ളത് അല്ലെങ്കിൽ പ്രമാണമായിട്ട് ചേരേണ്ടത് മാത്രമേ ഉള്ളൂ. പേഴ്സണൽ ലെറ്റേഴ്സ് ഒത്തിരി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദൈവം എടുത്ത് ഉപയോഗിച്ച ഒരു മനുഷ്യൻ്റെ ശുശ്രൂഷ ചെയ്യുന്നിടത്തോളം, കൃപ പകരുന്നിടത്തോളം താഴ്മ. അതാണോ ഇന്ന് നമ്മൾ കാണുന്നത്? ഇന്നൊരല്പം ശുശ്രൂഷ കൂടുതൽ വലിയ സ്റ്റേജുകൾ കിട്ടിയാൽ പിന്നെ അറിയാതെ അഹങ്കരിച്ച് പോകുന്ന, പിന്നെ വായി തോന്നിയതൊക്കെ പറയുന്നത് നമ്മളിത് കാണുമ്പോൾ ഇവിടെ കണ്ടു ആ താഴ്മ. എഫേസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന സകല വിശുദ്ധന്മാരെക്കാൾ ചെറിയവൻ എഴുതിയിട്ടുണ്ട്. എഫേസ്യൻ എന്ന് വായിച്ച എഫേസ്യർ 3 സകല വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ. കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുക അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ എന്നെ ദൈവം തിരഞ്ഞെടുത്തു. നമ്മൾ ആ താഴ്ത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോഷത്വമല്ലേ, നഷ്ടമാണ്. ഞാൻ എന്തിനാ അങ്ങനെ കർത്താവിൻ്റെ വേണ്ടി, പ്രമാണത്തിന് വേണ്ടി അങ്ങനെ താഴുന്നത്? അങ്ങനല്ല, എനിക്ക് ബുദ്ധിയും ശക്തിയൊക്കെ ഉണ്ടോ, ഞാൻ എന്തിനാ അങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത്? ഞാൻ അങ്ങനെ താഴേണ്ടവനൊന്നും അല്ല എന്ന് ജഡം പറയുമ്പോൾ അതിനൊരു ഫോർമുല ഉണ്ട്. നിങ്ങൾ ദൈവസന്നിധിയിൽ താഴ്ന്നാൽ മാത്രമേ ദൈവം നിങ്ങളെ എന്ത് ചെയ്യത്തുള്ളൂ. അതങ്ങനെ മാത്രം. നിങ്ങൾ ഉയരാൻ ശ്രമിച്ചാലോ കർത്താവ് എന്ത് ചെയ്യും? ഉയരാൻ ശ്രമിച്ച ഒരു പൊട്ട ദൂതനുണ്ട്, വെറും ഫൂളായിപ്പോയി താൻ.
ആരാധനയെ നയിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനിയായിരുന്നു. തൻ്റെ ചിറകുകൾ ഉയർത്തിക്കഴിഞ്ഞാൽ പല ഇൻസ്ട്രുമെൻറ്റ്സ് ശബ്ദം എടുത്തു. എല്ലാ ദൂതന്മാരേക്കാൾ ശ്രേഷ്ഠനായിരുന്നു ലൂസിഫർ. ഫൂളായി തീർന്നത്, ഭോഷനായി തീർന്നത് എപ്പോഴാണെന്നറിയാം? എൻ്റെ സിംഹാസനം തന്നെ ഉയരാൻ ശ്രമിച്ചത് അടിച്ച് തൻ്റെ കൂടെയുള്ള ദൂതന്മാരെ എല്ലാം അടിച്ച് താഴ്ത്തി. യാക്കോബ് 4:11 വായിച്ചു. ദൈവസന്നിധിയിൽ താഴുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനാണ്, പ്രമാണത്തിനാണ്. ചുമ്മാതങ്ങ് ലോകത്തിൽ അങ്ങ് പൊട്ട് കളിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവം ഏൽപ്പിച്ച മിഷൻ ചെയ്യുവാൻ എത്രത്തോളം ഞാൻ താഴണോ, മിണ്ടാതെ ഞാൻ എന്ത് ചെയ്യണം? ദൈവസന്ധിയിൽ സമർപ്പിച്ച അതിനുള്ള കൃപ തരണമേ ഞാൻ അങ്ങ് താഴ്ന്നു കൊടുത്താൽ, എന്നാൽ കർത്താവ് നിങ്ങൾ എന്ത് ചെയ്യും? അതെൻ്റെ ഫോമുല. പത്രോസ് അപ്പോസ്തലനും പറയുന്നുണ്ട്. 1 പത്രോസ് 5:6, 1 Peter 5:6. താഴ്മയുള്ളവർക്കാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? കൃപ നൽകുന്ന. അല്ലാത്തവർക്കോ? ഈ താഴ്മയുടെ നേരെ ഓപ്പോസിറ്റ് എന്തുവാ? എനിക്ക് താഴുവാൻ കഴിയുന്നത് ഇടയ്ക്കൊരു പദമില്ല കേട്ടോ. വചനം പറയുന്നത് ഒന്നി ഐ എം ഹംബിൾ, അല്ലെങ്കിൽ ഞാൻ എന്തായി തീരും? അരഗൻ്റ്, അല്ലെങ്കിൽ ഒരു നെഗളിയായി തീരും, ഇല്ലേ? അഹങ്കാരിയായി തീരും, പ്രൈഡ്. അപ്പോൾ ഇവിടെ എനിക്ക് താഴുവാണെങ്കിൽ കർത്താവ് കൃപ തരും. ഈ കൃപയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഈ കൃപ ലഭിച്ചപ്പോഴാണ് എനിക്ക് താഴുവാനും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുവാനും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളരുവാൻ, ആ അപ്പോസ്തലന്മാരൊക്കെ പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ അത്യധ്വാനിക്കുവാൻ കർത്താവിന് വേണ്ടി. ദൈവമേ സ്തോത്രം. നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ നമ്മളൊന്ന് ബുദ്ധിയിൽ ചിന്തിച്ചാൽ, ഗിദെയോൻ പറഞ്ഞു എന്നെക്കൊണ്ട് കഴിയത്തില്ല, മോശ പറഞ്ഞു എന്നെക്കൊണ്ട് കഴിയത്തില്ല, ശുശ്രൂഷ ഏൽപ്പിച്ചവർ ആരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞ എന്തോ ആദ്യം ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ പറയും എന്നെക്കൊണ്ട് കഴിയത്തില്ല. അപ്പോഴാണ് കർത്താവ് എന്ത് പകരുന്നത്? കൃപ പകരുന്നത്, ആത്മശക്തി പകരുന്നത്. സ്തോത്രം. നമ്മളെ ബലപ്പെടുത്തുന്നത്. എന്നിട്ട് പിന്നെ എക്സ്ക്യൂസ് പറഞ്ഞ് അവിടെ നിൽക്കാനല്ല, പിന്നെ ഓരോ കാലം മുൻപോട്ട് വെക്കുമ്പോൾ കൂടുതൽ കൃപ കിട്ടും. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാനൊരു ശുശ്രൂഷയും ചെയ്യാതെ വീട്ടിൽ ഇരിക്കുമ്പോൾ കൃപ എല്ലാം ലഭിച്ചിട്ട് ഫുള്ളി പാക്ഡായിട്ട് ഇറങ്ങുക അല്ല, ലഭിക്കുന്ന കൃപ അനുസരിച്ച് ഇറങ്ങുക. പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. അല്ല, അവിടെയൊക്കെ കറക്ഷൻ വേണ്ട ഏരിയകൾക്ക് നമ്മളെ കറക്റ്റ് ചെയ്യും, ഗൈഡ് ചെയ്യും, മുൻപോട്ട് നടത്തും. അങ്ങനെ ഇവിടെ നമ്മൾ കണ്ടു, താഴ്മയുള്ളവർക്ക് കൃപ ലഭിക്കും, നെഗളിയോട് കർത്താവ് എതിർത്ത് നിൽക്കും. അപ്പോൾ ആ താഴ്മയും കൃപയും ലഭിക്കുവാൻ താഴ്ത്തുന്നവരെ യഹോവ നിങ്ങളെ എന്ത് ചെയ്യും? കർത്താവ് നിങ്ങളെ, അതാ ഫോർമുല. അപ്പോൾ ദൈവസന്ധിയിൽ അതുകൊണ്ടാണ് ആ താഴ്മയോടുകൂടി എന്ത് പ്രസംഗിക്കാനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? 8ാമത്തെ വാക്യം. ഇവിടെ എഴുതിയിരിക്കുക, ജാതികളോട് ക്രിസ്തുവിനെ പറ്റിയുള്ള അപ്രമേയ ധനം, അൺസോച്ചബിൾ റിച്ചസ്. ഇത് ഇൻ്റർനെറ്റിൽ തപ്പിയാൽ കിട്ടത്തില്ലെന്നല്ല എൻ്റെ അർത്ഥം. അൺസേർച്ചബിൾ എന്ന് പറഞ്ഞാൽ ഇഫ് യു സെർച്ച് ഓൺ ഗൂഗിൾ കിട്ടത്തില്ല. മനസ്സിലായോ? ഇന്നത്തെ പ്രാസംഗികരും എന്ത് വചനത്തിൽ നിന്ന് പ്രിപ്പയർ ചെയ്യണേലും AI-ലും ഗൂഗിളിലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ടെന്നേ. ദൈവദാസന്മാരുണ്ട്. ഈ AI എഞ്ചിൻ അങ്ങോട്ട് സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രസംഗം മുഴുവൻ എവിടെ നിന്നായിരിക്കും? നമ്മുടെ വെബ്സൈറ്റ് തയ്യാറാക്കുന്ന സഹോദരങ്ങൾ ഒരു സാമ്പിളിന് വേണ്ടി നമ്മുടെ ഒരു ബൈബിൾ ക്ലാസ് എടുത്തിട്ട് അവരൊരു വളരെ കൂടിയൊരു ഒത്തിരി AI എഞ്ചിൻസ് ഉണ്ട്. ChatGPT ഒക്കെ കോമൺ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാ? പെയ്ഡ് വേർഷനാണ്. പെയ്ഡ് വേർഷൻ ആകുമ്പോൾ ഫുൾ ഫ്ലജ്ഡ് കിട്ടും. അവരതിൻ്റെ അകത്തൂടെ ഒന്ന് കയറ്റി വിട്ടു ഒരു ബൈബിൾ ക്ലാസ്. അത് ഇറങ്ങി വന്നത് എങ്ങനെയാണെന്നറിയാം? മനോഹരമായ ഭാഷ. ഞാൻ തന്നെ കേട്ടിട്ട് വായിച്ചിട്ട് ഞാൻ അതിശയിച്ചു പോയി. ഇത് ആ ലേഖനമാണോ? മനോഹരമായ ഭാഷ. ലേഖനമായിട്ടൊക്കെ പബ്ലിഷ് ചെയ്യാനൊക്കെ കൊള്ളാം. പക്ഷേ അതിൻ്റെ ആത്മീയ അർത്ഥമൊക്കെ മാറ്റി, അതിൻ്റെ മൂർച്ചയും കളഞ്ഞ്, അതിൻ്റെ ആ വചനത്തിൻ്റെ ശക്തിയും മാറ്റി, വചനം എന്നുള്ള പദവും മാറ്റി, എല്ലാം മാറ്റി മനോഹരമായിട്ട് വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു AI എഞ്ചിൻ കാണിക്കുന്ന പരിപാടിയാണ്. നമ്മൾ പേഴ്സണലി ചെയ്തതാണ്. അപ്പം ഇതൊക്കെ ഈ ലോകത്തിൻ്റെ ബുദ്ധിക്കകത്തൂടെ നമ്മുടെ ദൈവവചനം, അതിൻ്റെ ആഴങ്ങൾ, അതിൻ്റെ മർമ്മം, വചനത്തിൽ നമ്മൾ ഇന്ന് പഠിച്ച പോലെ അതിൻ്റെ മർമ്മം അങ്ങോട്ട് കയറ്റി വിടുമ്പോൾ ആ മർമ്മം എന്തായിത്തീരും? ഇല്ലാതായിത്തീരും. അത് ബുദ്ധിയിൽ ചിന്തിക്കാനുള്ള നല്ലൊരു ചിന്തയാക്കി മാറ്റും, ഒരു തോട്ടാക്കി മാറ്റും. ഇവിടെ ഈ തോട്ടല്ല വേണ്ടത്, ഇവിടെ മോട്ടിവേഷണൽ സ്പീക്കിംഗ് അല്ല വേണ്ടത്, ഇവിടെ ലോകത്തിൻ്റെ ജ്ഞാനം, വിസ്ഡം അല്ല വേണ്ടത്. ഇവിടെ വേണ്ടത് ഈ മർമ്മം വെളിപ്പെടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വെളിപ്പെടേണ്ട ചില ദൈവപ്രവർത്തികളുണ്ട് ദൈവമക്കളെ. ഈ മർമ്മം വെളിപ്പെടുമ്പോൾ ഇത് നമ്മുടെ പേഴ്സണാലിറ്റിയെ രൂപാന്തരപ്പെടുത്തും. ഇത് നമ്മൾ കർത്താവുമായിട്ടുള്ള ആശ്രയം,
ആ ട്രസ്റ്റ്, ദൈവത്തിലുള്ള പ്രത്യാശ വർദ്ധിക്കും. പിന്നെ ആരെന്തു പറഞ്ഞാലും ഹല്ലേലൂയ, എനിക്കറിയാം, ഐ ഹാവ് ടേസ്റ്റഡ് ആൻഡ് എക്സ്പീരിയൻസ്, കർത്താവിനെ രുചിച്ചറിയുന്ന, അത് പ്രസംഗിക്കാനാണ് എന്നെ വിളിച്ചത്. ഒന്നുകൂടെ നമ്മൾ ആ വാക്യം, 8ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കർത്താവിനെ പറ്റിയുള്ള, ക്രിസ്തുവിനെ പറ്റിയുള്ള അപ്രമേയ പിന്നെ സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നത്തെ എല്ലാവർക്കും പ്രകാശിപ്പാൻ. സ്തോത്രം. 2 കാര്യങ്ങൾ. ഒന്ന്, ജാതികളോടും എല്ലാവരും, ലോകത്തോട് മുഴുവനും കർത്താവിൻ്റെ അപ്രമേയ ധനത്തെ പറ്റി, അൺസോച്ചബിൾ. ഞാൻ പറഞ്ഞല്ലോ, അതിന് ആഴങ്ങളുണ്ട്. ഗൂഗിളോ ഒരു പുസ്തകമോ വേറെ എന്തെടുത്താലും ആഴങ്ങൾ. ബൈബിള് പോലും, ബൈബിൾ റീഡിംഗ് പ്ലാൻ എല്ലാ ഈ ന്യൂ ഇയർ തുടങ്ങും. ഇന്ന് രാവിലെ ഒരു പാസ്റ്റർ എനിക്കൊരു ബൈബിൾ റീഡിംഗ് പ്ലാൻ അയച്ചു തന്നു. നല്ലതാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഷെയർ ചെയ്ത് തരാം. അതിനകത്ത് പഴയ നിയമത്തിൽ നിന്ന് 2 അധ്യായം, പുതിയ നിയമത്തിൽ നിന്ന് 1 അധ്യായമായിട്ടുള്ളൊരു ബൈബിൾ റീഡിംഗ് പ്ലാൻ കുറേ നാളായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നല്ലതാണ്. കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ വായിച്ചു പോയിട്ട് ഒരു കാര്യവുമില്ല. 1000 പ്രാവശ്യം വായിച്ചവരും 500 പ്രാവശ്യം വായിച്ചവരും ഒക്കെ ഉണ്ട്, നമുക്കൊക്കെ അറിയാവുന്നവർ പലരും. ഇതിൽ ഒരു വാക്യമെങ്കിൽ ആ സഹോദരൻ്റെയോ സഹോദരിയുടെ തലയ്ക്കകത്ത് കയറിയായിരുന്നെങ്കിൽ, ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നോടൊക്കെ വലിയ പൊങ്ങച്ചം പറഞ്ഞിട്ടുണ്ട്. ഞാൻ 500 പ്രാവശ്യം വായിച്ചു ബൈബിൾ മുഴുവൻ, 1000 പ്രാവശ്യം വായിച്ചു. ഈ മർമ്മം, ഒരു വാക്യം വായിച്ചാലും അതിൽ നിന്ന് പരിശുദ്ധാത്മാവ് മർമ്മം വെളിപ്പെടുത്തിയാൽ മാത്രമേ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തത്തുള്ളൂ. അതാണ് നമ്മളെ പിടിച്ചു കുലുക്കുന്നത്. ആ ശബ്ദം കേട്ടാണ് എബ്രഹാം മെസപ്പൊട്ടേമിയയും ഊരും തൻ്റെ ജോലിയും കൂട്ടുകാർ നാട്ടുകാർ ജനിച്ചു വളർന്ന കൾച്ചറൊക്കെ വിട്ട് ആ ശബ്ദം പിന്തുടർന്ന് മുൻപോട്ട് പോയത്. ഏതോ ഒരു കനാനെ പറ്റി അന്നൊന്നും നമുക്ക് ഈ മാപ്പുള്ള പോലെ കനാനൊക്കെ പറഞ്ഞാൽ ഏത് കനാനാണ് എന്തോ അന്നൊന്നും എബ്രഹാമിന് അറിയത്തില്ല. താൻ പേർഷ്യയിലല്ലേ, മെസപ്പൊട്ടേമിയയിലല്ലേ. അവിടെ നിന്ന് ഒരു കനാനെ തപ്പി താൻ മുൻപോട്ട് പോകുക. ഈ അപ്രമേയധനം, ആ ആഴങ്ങൾ ഞാൻ പറഞ്ഞു, ഒത്തിരി നമുക്ക് മനസ്സിലാകാത്ത, ഇനിയും മനസ്സിലാകേണ്ട, ഇനിയും രുചിച്ചറിയേണ്ട ഒത്തിരി ആഴങ്ങളുണ്ട്. എത്ര പേരാ പ്രാർത്ഥിക്കുന്ന, കർത്താവേ, ഞാൻ രാവിലെ ബൈബിൾ വായിക്കുമ്പോൾ ലോകത്തിൽ ഇതുവരെ ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ചില മർമ്മങ്ങൾ എനിക്കും അപ്പാ, ചില മുത്തുകൾ എനിക്കും വെളിപ്പെടുത്തി തരണമേ. അതാണ് ഇവിടെ സഭയിൽ എഴുന്നേറ്റ് പറയേണ്ടത്. അതാണ് നിങ്ങൾ ഓരോരുത്തരോട് എൻകറേജ് ചെയ്യേണ്ടത്. അതാണ് ആൾക്കാരെ ജീവിപ്പിക്കുന്നത്. അങ്ങനെ നല്ല മിസ്റ്ററി. അപ്പം ആ അപ്രമേയ ധനം പൗലോസ് പറഞ്ഞിട്ടില്ലേ, ആ മർമ്മങ്ങളുടെയൊക്കെ ആ വെളിപ്പാടിൻ്റെ ആധിക്യം, അത് നിങ്ങളോട് പ്രസംഗിക്കുവാൻ എത്ര വേണേലും താഴാൻ ഞാൻ റെഡിയാ. അതിനുവേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് 9ാമത്തെ വാക്യത്തിൽ ആ മർമ്മം എന്നിൽ കൂടി വെളിപ്പെടണം. 9ാമത്തെ വാക്യം ഒന്നൊന്ന് വായിച്ചേ. ഒന്ന്, മർമ്മം എന്നോട് വെളിപ്പെടുത്തി, ഞാൻ ആ മർമ്മം എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുക, ആ ക്രിസ്തുവിനെ പറ്റിയുള്ള അപ്രമേയ ധനം, ആ മർമ്മം, അത് എന്നിൽ കൂടി ലോകം മുഴുവനും അറിയണം. അത് എന്നിൽ കൂടി പ്രകാശിക്കണം. that all may see the unsearchable riches of. എന്നിൽ കൂടാണ്. ഞാൻ ഇടപെടുന്ന ചില ആൾക്കാരുണ്ട്, നിങ്ങൾക്കറിയാത്ത ചില ആൾക്കാരായിരിക്കും, അത് എൻ്റെ കോൺടാക്ട്സാണ്. നിങ്ങൾ ഇടപെടുന്ന ചില ആൾക്കാരുണ്ട്, എനിക്ക് അവരെ അറിയത്തില്ല, അത് നിങ്ങളുടെ കോൺടാക്ട്സാണ്. നിങ്ങളുടെ കോൺടാക്ട്സ് നിങ്ങളിൽ കൂടെ ഈ കർത്താവിൻ്റെ അപ്രമേയ ധനത്തെപ്പറ്റി that all may see എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. എല്ലാവരും അറിയണം. നമ്മുടെ കൂട്ടായ്മയിൽ കൂടെ എറണാകുളത്ത് ഈ കർത്താവിൻ്റെ ആഴങ്ങൾ അറിയണം. നമ്മുടെ കുടുംബങ്ങൾ കൂടെ നമ്മൾ താമസിക്കുന്ന ദേശത്ത് കർത്താവിൻ്റെ ഈ ആഴങ്ങൾ അറിയണം. അതിനുവേണ്ടിയാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നെ ദൈവം എന്ത് ചെയ്യുന്നു? വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. 9ാമത്തെ വാക്യം വായിച്ചാലും എല്ലാവരും അറിയണം. 10 ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിവായി തീരണം. നിങ്ങൾ മനസ്സിലായോ? നിങ്ങളുടെ കുടുംബ മുഖാന്തരം അറിയണം. പൗലോസ് പറഞ്ഞ ഞാൻ മുഖാന്തരം അറിയണം. എഫെസ്യസിലെ സഭയോട് പറയുക, 10ാമത്തെ വാക്യത്തിൽ പറയുക, 11ാമത്തെ വാക്യത്തിൽ പറയുക, അങ്ങനെ നിങ്ങളുടെ സഭ മുഖാന്തരം ദേശത്ത് അറിയണം. എന്തറിയണം? ഈ വചനം അറിയണം, പരിശുദ്ധാത്മാവിലുള്ള ആരാധന അറിയണം, ഞാൻ എന്തിനാ രക്ഷിക്കപ്പെട്ടതെന്ന് അറിയണം, എന്തുവാ വിശുദ്ധി എന്നറിയണം, എന്തുവാ വേർപാടെന്ന് അറിയണം. ഒരാളും കർത്താവുമായിട്ട്, ഒരു വ്യക്തി കർത്താവിൻ്റെ സന്ധിയിൽ വന്നാൽ അവൻ്റെ ജീവിതത്തിൽ വന്ന രൂപാന്തരം എന്തുവാന്ന് അറിയണം. ഒരു ദൈവ പൈതൽ, ഒരു സുശേഷകൻ, ഒരു സുശേഷകി എങ്ങനെ വിശ്വസ്തരായി തീരുന്നത്, എങ്ങനെയാണ് ആൾക്കാരോടെല്ലാം ഇടപെടുമ്പോൾ തന്നെ. നമ്മൾ ഇടപെടാതെ ആരെങ്കിലും കൈ കൊടുത്ത ഞാൻ കൈ തരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നുമല്ല. ചിലരുണ്ട്, അങ്ങനെയുള്ള സഭകളുണ്ട്, ഞങ്ങൾക്കറിയാം. അതുകൊണ്ടായി പറയുന്നത്. ചിലർ കൈ കൊടുക്കത്തില്ല, ചിലർക്ക് അവർ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ അകത്ത് ഇല്ലെന്നാണ് പറയുന്നത്.
ഇവിടെ ആ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള മിസ്റ്ററി തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു കൂട്ടരുണ്ട്, അവർ മാത്രം ആ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് വേറൊരു കൂട്ടായ്മയിലുള്ള ആൾക്കാർക്ക് അവർ എന്ത് ചെയ്യത്തില്ല. ഇവിടെ ഉണ്ടെന്ന് എറണാകുളത്തും ആലുവയിലും ഒക്കെ ഉണ്ട്. അതിലുള്ള പലരെയും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അങ്ങനത്തെ ചില കൂട്ടത്തിൽ നേരത്തെ ബൈബിൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. വേറെ ആർക്കും കൈ കൊടുക്കത്തില്ല. ഇത് പല രാജ്യങ്ങളിലുണ്ടായിരുന്നു. ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെയുള്ള കൂട്ടങ്ങളെ കണ്ടിട്ടുണ്ട്. അവരങ്ങ് വിശുദ്ധരാ, വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഞങ്ങളാണ് കർത്താവിൻ്റെ ശരീരം. ഇവിടെ കർത്താവ് പറയുന്ന എല്ലാവർക്കും ചിലർ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും കൈ കൊടുക്കും, മുസ്ലിംസിന് കൈ കൊടുക്കാത്ത പല വിശ്വാസികളെ എനിക്കറിയാം, പല ദൈവദാസന്മാരെ എനിക്കറിയാം. അങ്ങനെ പ്രമാണം എഴുതിയിട്ടുണ്ടോ? അവരെ മുഹമ്മദീയരെയും നമുക്ക് ആർക്ക് വേണ്ടി വേണം? ക്രിസ്തുവിൻ്റെ മക്കളാക്കി തീർക്കണം. അവിടെ അവരെ ഇച്ചിരി കൂടുതൽ എന്ത് ചെയ്യണം? സ്നേഹിക്കണം, ഇച്ചിരി കൂടുതൽ കൈ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പറ്റുമോ? കൃപ ലഭിച്ചാൽ പറ്റും. അല്ലെങ്കിൽ പെന്തിക്കോസ്തിന്റെ ഇടയ്ക്കുള്ള ട്രെൻഡ് നോക്കിക്കൊണ്ട് അയ്യോ അവർക്ക് കൈ കൊടുത്താൽ ഇങ്ങോട്ട് ക്ഷുദ്രശക്തി ഏക്കുമെന്ന് വിചാരിച്ച് പേടിച്ചിരിക്കും. അതാ പേടിച്ചാണ് ഈ കൈ കൊടുക്കാത്തത്. മനസ്സിലായോ? അവരുടെ മന്ത്രവാദം പേടിച്ചാണ് അവരിൽ നിന്ന് മാറി നിൽക്കുന്നത്. കൃപയുള്ളവൻ എന്ത് ചെയ്യും? ഇവിടെ അർത്തമീസ് ദേവിയുടെ ദേശത്ത് നിന്ന് പ്രസംഗിക്കുന്ന കണ്ടില്ലേ പൗലോസ്? എല്ലാ അർത്തമീസ് ദേവി ആരാധിക്കുന്നവർക്കും കൈയും കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്താണ് പൗലോസ് ആ ദേശത്ത് നിന്നത്. എന്നാലേ അവരെ നേടാൻ പറ്റത്തുള്ളൂ. അവരാദ്യം നമ്മളെ അംഗീകരിക്കണം, എന്നിട്ടേ നമ്മൾ പറയുന്ന വാക്ക് കേൾക്കത്തുള്ളൂ, കേട്ടിരിക്കത്തുള്ളൂ. അവർ നമ്മളോട് സംശയങ്ങൾ ചോദിക്കത്തുള്ളൂ. സംശയം ചോദിച്ചാലല്ലേ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി സ്നേഹബന്ധം ബിജു ബാർ ഓട്ടോ കയറ്റുന്ന എല്ലാ സഹോദരന്മാരോടും വളരെയധികം സ്നേഹം. അവരെയൊക്കെ വീട്ടിൽ പോയി വിസിറ്റ് ചെയ്യുന്നതാണ്. ഈ ടൗണിൽ ഓട്ടോയിൽ കയറുന്നവരെയൊക്കെ വീട്ടിൽ പോയി വിസിറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഒരു സഹോദരനേ ഉള്ളൂ. അത് നമ്മുടെ പ്രിയ സഹോദരനാണ്. പ്രൈസ്. അവർ വീട്ടിൽ പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രിയ സുല്ലും ദൈവസന്നിധിയിൽ നിന്ന് വന്നിരിക്കുന്നു. അവരെ വീട്ട് അഡ്രസ്സൊക്കെ ചോദിച്ചു, ഓട്ടോയിൽ കയറുന്നവരൊക്കെ വീട് അഡ്രസ്സൊക്കെ പോയി വീട്ടിൽ പോയി വിസിറ്റ് ചെയ്യും. അതൊരു സ്നേഹബന്ധമാണ് ദൈവമക്കളെ. പ്രൈസ്. ദൈവം ആ മഹത്വത്തിനായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ ഈ ദിവസങ്ങൾ നമ്മളൊരു ജോലി ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. അവരെയൊക്കെ എല്ലാവരും സ്നേഹബന്ധത്തിലിടുമ്പോൾ എന്നിൽ കൂടെ പൗലോസ് പറഞ്ഞ വാക്യം പറഞ്ഞ് ഞാൻ നിർത്തുക. എന്നിൽ കൂടെ ക്രിസ്തുവിൻ്റെ അപ്രമേയ ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളോട് പറയണം, ഭാര്യയോട് പറയണം, ഭർത്താവിനോട് പറയണം, നമ്മളിൽ കൂടെ എന്ന് വചനത്തിൽ പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട്. ദേശത്ത് സ്തോത്രം ക്രിസ്തുവിൻ്റെ ആ ആഴങ്ങൾ ദേശവാസികൾ അറിയണം. ഞങ്ങളുടെ കുടുംബത്തിൽ കൂടെ നമ്മുടെ തീരുമാനമായിരിക്കട്ടെ, നമ്മുടെ ഈ കൂട്ടായ്മയിൽ കൂടെ പ്രൈസ് ലോർഡ് ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളും ആഴങ്ങളും ഈ കൊച്ചി പട്ടണം അറിയണം, കേരളക്കരെ അറിയണം, ഇന്ത്യ അറിയണം. സ്തോത്രം. ഇന്ത്യ കഴിഞ്ഞിട്ടല്ല പിന്നെ പുറത്തോട്ട്. ഇന്ത്യ തന്നെ വലിയൊരു ഹാലല്ല, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. പുറത്തൊന്നും പോകണ്ട പ്രവർത്തിക്കാൻ, ഇവിടെ ഉണ്ട് സ്ഥലങ്ങൾ. പ്രൈസ് ലോർഡ്. കേരളത്തിലുണ്ടെന്നേ. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ചൈനയും തോപ്പിച്ചിട്ടിരിക്കുക കഴിഞ്ഞ വർഷം. ഇത്രയും കോടാന് 170 കോടി ജനങ്ങൾ എന്ത് ചെയ്യട്ടെ? ക്രിസ്തുവിനെ പറ്റി അറിയട്ടെ. എനിക്ക് അതിൻ്റെ ഒരു വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അതിനുവേണ്ടിയാണ് നമുക്ക് വരേണ്ട രൂപാന്തരം. കൃപ പകരുമ്പോൾ ആ രൂപാന്തരം പരുന്നോട് വായിച്ചോ. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ അനാദി നിർണയപ്രകാരം. അതിൻ്റെ അർത്ഥം അറിയാമല്ലോ, അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? പ്രൈസ് ലോർഡ്. ഞാനും മലയാളം ഇപ്പോഴൊക്കെ പഠിച്ചു വരുന്നത്, പക്ഷേ നിങ്ങൾക്ക് ആ അർത്ഥം അറിയാം. എനിക്കിപ്പോൾ മനസ്സിലായി. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ ഗ്രേറ്റ് പ്ലാൻ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പണ്ടേ ഉള്ള പ്ലാനാണ്. ആ ജാതികളും ദൈവസന്നിധിയിൽ വരണമെന്നുള്ള വേയിൽ ആ അനാദി നിർണയം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ യഹൂദന്മാർ മാത്രമല്ല, ജാതികളും മലയാളികൾ, ഹല്ലേലൂയ, ബംഗാളി, സ്തോത്രം, എല്ലാ സംസ്ഥാനത്തിലുള്ളവരും, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ത്യ മുഴുവനും കർത്താവിൻ്റെ സന്നിധിയിൽ വരട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ അനാഥ നിർണയം അത് എന്നിൽ കൂടി വെളിപ്പെടണം, ഞങ്ങളുടെ സഭയിൽ കൂടി വെളിപ്പെടണം. എത്ര പേരത് പ്രാർത്ഥിക്കും? സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഈ കൂട്ടായ്മയിൽ കൂടെ ദേശത്ത് കർത്താവിൻ്റെ ആ നിർണയവും മർമ്മങ്ങളും അനാദി നിർണയവും, സ്തോത്രം, അപ്രമേയ ധനം, അൺസോച്ചബിൾ റിച്ചസ് ഇനിയും തപ്പിയെടുക്കാനുണ്ട്, ഇനിയും ആഴങ്ങളുണ്ട്. നമ്മൾ ഒരു റൗണ്ടാണ് ഇപ്പം പഠിച്ചു പോകുന്നത്. ഈ ലേഖനങ്ങൾ ഈ വാക്യപ്രതിവാക്യമായിട്ട് ദൈവനാമത്വത്തിന് വേണ്ടി പറയുക. ഇതൊക്കെ ഈ വാക്യപ്രതിവാക്യമായിട്ട് ഒരു 10-20 വർഷം ആയി. മെയിനായിട്ട് ഈ പ്രത്യേകിച്ച് ഒരു 16-17 വർഷമായി ഇങ്ങനെ പഠിച്ചു പോകുന്ന ലേഖനങ്ങൾ. അങ്ങനെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു, അങ്ങനെ എഴുതി, അങ്ങനെ നോട്ട്സൊക്കെ റെഫറൻസൊക്കെ കുറിച്ച് വെച്ച് അതിന് ചില പ്രവചന ഭാഗങ്ങൾ, വെളിപ്പാട് പുസ്തകം. എത്രാമത്തെ പ്രാവശ്യമാണെന്നറിയാം ഈ എഫേസ്യ ലേഖനം പഠിപ്പിക്കുന്നത്? ഏതൊക്കെ ഭാഷയിൽ, എത്രാമത്തെ പ്രാവശ്യം, എത്ര സംസ്ഥാനത്ത് ഈ എഫേസ്യ ലേഖനവും ഈ ഓരോ ലേഖനം, പ്രത്യേകിച്ച് 4 ചെറിയ ലേഖനം ഒത്തിരി സ്ഥലത്ത് ശുശ്രൂഷ. പക്ഷേ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷിക്കുമ്പോഴും അതിൻ്റെ അത് എത്ര പുതിയ കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി.
പലതും ഞാൻ വീട്ടിൽ ചെന്ന് ഞങ്ങൾ വെബ്സൈറ്റിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് പലതും വീട്ടിൽ ചെന്ന് ഞാനത് ഉടനെ എൻ്റെ നോട്ട്സിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യും, എഴുതും. കാര്യം വീണ്ടും അടുത്ത ചിലപ്പോൾ മറന്നു പോകും, സാത്താൻ ഇത് എടുത്തു കളയും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം പറയാൻ കാരണം വേറെ ഒന്നുമല്ല, 40-45 വർഷം ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്, ഹല്ലേലൂയ അസിസ്റ്റൻ്റ് പിതാവുണ്ട്, ഇങ്ങനെ പലരും വലിയ വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. ഓരോ പ്രാവശ്യം അവരൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, ഈ 150 സങ്കീർത്തനം കൊണ്ടിരുന്നാൽ മടുത്തു പോകും. അത് സത്യമാണ്. മലയാളികൾ ചെയ്യുന്ന പോലെ എല്ലാ ഞായറാഴ്ച സങ്കീർത്തനത്തിൽ മാത്രം ശുശ്രൂഷിക്കാനാണെങ്കിൽ മടുത്തു പോകും. അല്ലാതെ വചനം ശുശ്രൂഷിക്കാൻ, പ്രത്യേകിച്ച് പുതുനിയമ ഭാഗങ്ങൾ ശുശ്രൂഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രൈസ് ലോർഡ് മടുപ്പ് വരത്തില്ല ദൈവമക്കളെ. ഇനി നമ്മൾ 100 പ്രാവശ്യം ഈ FAS ലേഖനത്തിൽ നമ്മൾ എല്ലാവരോട് ചേർന്ന് നമ്മൾ വചനം പഠിച്ചാലും വീണ്ടും ആഴങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്, വീണ്ടും ആഴങ്ങളുണ്ട്. ആഴങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം നമ്മുടെ മേൽ കൃപ പകരുന്നത്. ആഴങ്ങൾ ലഭിക്കുമ്പോൾ രൂപാന്തരം ഉണ്ടാവും, കൃപ കൂടുതൽ പകരുമ്പോൾ രൂപാന്തരം ഉണ്ടാവും. അപ്പോൾ ദൈവസന്നിധിയിൽ താഴ്ത്തിയാൽ കർത്താവ് നിങ്ങൾ എന്ത് ചെയ്യും? ഇന്നത്തെ പ്രസംഗം എന്തുവാ? പണം ഉണ്ടെങ്കിൽ ദേശത്ത് മാനിക്കപ്പെടണം, അപ്പോൾ നിങ്ങൾ ഉയരും എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൻ്റെ പ്രമാണം എന്തുവാ? ദൈവസന്നിധിയിൽ താഴ്ത്തിയാൽ ദൈവം കൃപ ലഭിക്കും. താഴ്മയുള്ളവർക്ക് കൃപയും ലഭിക്കും, കർത്താവ് നമ്മളെ ഉയർത്തും. നമ്മുടെ ഉയർച്ചകൾ എന്തുണ്ടെങ്കിലും ഇത് കർത്താവിൻ്റെ സന്ധിയിൽ താഴ്ത്തിയോട് മാത്രമാണ്. ആ ഫോർമുല മനസ്സിലായവർ ഇനിയും ദൈവസന്ധിയിൽ എന്ത് ചെയ്യും? താഴ്ത്തും. താഴ്മയോടുകൂടി ദൈവസന്ധിയിലായി. ദൈവഭയമാണ് ഈ നാളുകൾ ദൈവദാസന്മാരുടെ ഇടയ്ക്കും സഭകളുടെ ഇടയ്ക്കും ദൈവമക്കളുടെ ഇടയ്ക്കും പോകുന്നത്. ദൈവത്തെ ഭയപ്പെടുവാൻ, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിനാണ് എല്ലാ പ്രാധാന്യതയും. ദൈവത്തെ ഭയന്ന് ദൈവസന്ധിയിൽ താഴ്ന്നിരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതിൽ നിന്ന് മാറ്റിക്കളയുവാണ് സാത്താൻ എപ്പോഴും ശ്രമിക്കുന്നത്. സാത്താനോട് പറഞ്ഞാൽ മതി, നിനക്ക് ഒരിക്കൽ കൊണ്ടല്ലേ അടി, നീ ഇപ്പോഴും ആ നാണം കേടിലല്ലേ നടക്കുന്നത്, നീ ഇനി എത്ര വിചാരിച്ചാലും നിനക്കൊരു മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. നിനക്ക് ആ പഴയ സ്ഥാനം കിട്ടുമോ ദൈവത്തിൻ്റെ മുമ്പിൽ? നിനക്ക് ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നിനക്ക് പറ്റിയ അമളി എൻ്റെ ജീവിതത്തിൽ പറ്റാതിരിപ്പാൻ സ്തോത്രം. നീ പറയുന്നത് എന്തോ ഞാൻ കേൾക്കാൻ പോകുന്നില്ല. ഐ എം ഗോയിങ് ടു ഫിയർ ഗോഡ്. ഞാൻ ദൈവത്തെ ഭയന്ന് ദൈവസന്ധിയിൽ താഴ്ന്ന് നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും.